നമസ്കാരം. വാസ്തുശാസ്ത്രം എപ്പിസോഡിലേക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കേവർക്കും വളരെയേറെ പ്രയോജനകരമായേക്കാവുന്ന പുതുതായിട്ട് വീട് വെക്കുന്നവർക്ക്, പഴയതായി വീട് വച്ചവരും താമസിക്കുന്നവരും ഞാനിനി പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട, വീട് ഇടിച്ചു പൊളിക്കരുത്. പുതുതായി വീട് വെക്കുന്നവർക്ക് നമ്മളിപ്പോൾ ചില മേസ്ത്രിമാർ എടുക്കുന്ന ഈ മുറിയുടെ ചുറ്റളവ്, ഞാൻ മുറിയുടെ ഉൾചുറ്റളവിനെ പറ്റിയാണ് പറയുന്നത്, പുറം ചുറ്റളവല്ല, ഉൾചുറ്റളവ്. 10 അടി നീളം, 10 അടി വീതി, 10-ന് 11, 11-ന് 12 ഇത്യാദി മട്ടിലൊക്കെ ഒരു പ്രത്യേക കണക്ക് വെച്ചെടുക്കുക. പക്ഷേ അത് നമ്മുടെ കേരളീയ വാസ്തുശാസ്ത്ര സങ്കല്പം അനുസരിച്ച് അത് ശരിയാകുന്നില്ല, അത് തെറ്റാണ്. അപ്പോൾ ഒരു കിടപ്പ് മുറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മുറിയോ വെക്കുമ്പോൾ സാധാരണ രീതിയിൽ ഏറ്റവും ചെറിയ മുറിക്ക് സാധാരണ 10-ന് 10 ഇടുന്നത്, അത് ഒരു കണക്കിൽ ഒരല്പം ക്രമീകരണം നടത്തിയാൽ നല്ലൊരു ചുറ്റാക്കി അതിനെ മാറ്റാം. വാസ്തുശാസ്ത്ര പ്രകാരം 16 കോൽ 8 അങ്കുലമാണ് ഏറ്റവും ചെറിയ മുറിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഒരു വാർദ്ധക്യ ചുറ്റിൽ വരും. വാർദ്ധക്യ ചുറ്റെന്ന് പറഞ്ഞാൽ 5 തരം ചുറ്റുകളെ പറ്റി പറയുന്നുണ്ട്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണച്ചുറ്റ്. അവസാനത്തെ മരണച്ചുറ്റ് ഒഴിവാക്കി ബാക്കി 4 സ്വീകരിക്കാം. വാർദ്ധക്യ ചുറ്റെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 16 കോൽ 8 അങ്കുലം എന്ന് വന്നിരിക്കുന്നത് നമുക്കത് മീറ്റർ സെന്റിമീറ്ററിലോട്ട് മാറ്റണം. ഒരു കോൽ 72 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. 1 അങ്കുലം 3 സെന്റിമീറ്റർ. അങ്ങനെ വരുമ്പോൾ 16-നെ 72 കൊണ്ട് ഗുണിക്കുകയും ഒരു 24 കൂട്ടുകയും ചെയ്താൽ മതി. 8-നെ 3 കൊണ്ട് ഗുണിക്കുക. നിങ്ങൾ അതിനൊന്നും ചെയ്യണ്ട, ഇതെഴുതിയിട്ടിരുന്നാൽ മതി. 11 മീറ്റർ 76 സെന്റിമീറ്റർ ആണ്. 11 മീറ്റർ 76 സെന്റിമീറ്റർ ആണ് 4 ചുറ്റും കൂടെയുള്ള ചുറ്റളവായിട്ട് ആ മുറിക്ക് വരിക. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 11 മീറ്റർ 76 സെന്റിമീറ്റർ ആ വീടിൻ്റെ ഉൾചുറ്റ് വന്നാൽ അത് നല്ലൊരു കണക്കാണ്, ചെറിയ മുറിയാണെങ്കിലും. ഇനി അല്പം കൂടെ വലിയ മുറിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, മേസ്ത്രിമാർ സാധാരണ 10-ന് 12 ഇട്ട് ചെയ്യുന്ന ഒരു സംവിധാനം, അതിനും ഒരല്പം വ്യത്യാസപ്പെടുത്തിയാൽ ബാല്യ ചുറ്റിലുള്ള ഒരു നല്ലൊരു ചുറ്റ് വാസ്തുശാസ്ത്രപരമായി കിട്ടും. അത് 20 കോൽ 8 അങ്കുലമാണ്. നമുക്കതിനെ കളയാം. ഇത് എഴുതിയിട്ടിരിക്കുക. ഞാൻ മീറ്റർ സെന്റിമീറ്ററിലേക്ക് കൺവെർട്ട് ചെയ്തത് എഴുതിയിട്ടേക്കുക. 14 മീറ്റർ 64 സെന്റിമീറ്റർ ഉൾചുറ്റ് വന്നാൽ അത് നന്നായിരിക്കും. അത് കെട്ടിടം എപ്പോഴേ തുടങ്ങണം. ബേസ്മെന്റ് വെട്ടുമ്പോഴേ ഈ ചുറ്റ് പറഞ്ഞു കൊടുക്കുക മേസ്ത്രിക്ക്. അതിനനുസരിച്ച് അദ്ദേഹം ക്രമീകരിച്ച് തരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വാസ്തുശാസ്ത്രത്തിലെ പുത്തൻ അറിവുകളുമായി ഞാൻ ഇനിയും വരും. നന്ദി.